നമ്മുടെ വെള്ളാട് ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും ആദരണീയനായ പ്രസിഡന്റ് ശ്രീ രാജ്മോഹൻ അവരുടെ ഏറ്റവും സ്നേഹാദരവോടുകൂടി ക്ഷണിക്കുന്നു. ബഹുമാനിയായ വെള്ളാട് ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി സർല വിൻസെന്റ്, ഏറെ ബഹുമാനിയായ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി എസ് ജയന്തി, ഗ്രാമപഞ്ചായത്തിന്റെ സെക്രട്ടറി, പഞ്ചായത്ത് മെമ്പർമാർ, ഹരിതകർമ്മസേന അംഗങ്ങൾ, CDSന്റെ അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്തിൻ്റെ ഉദ്യോഗസ്ഥർ, മറ്റ് പ്രിയമുള്ളവർ, നമ്മുടെ ഭരണസമിതിയുടെ ഒരുപക്ഷെ അവസാനത്തെ ക്രിസ്മസ് ആഘോഷ പരിപാടിയാണ് ഇന്ന് നടക്കുന്നത്. അടുത്ത ക്രിസ്മസ് എന്ന് പറയുമ്പോൾ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്ന ശേഷമുള്ള ക്രിസ്മസ് ആയിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷ പരിപാടി ഗ്രാമപഞ്ചായത്തിൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്രിസ്മസ് ആഘോഷം നടത്തണമെന്ന് തീരുമാനിച്ചു. ഹരിതകർമ്മസേനയുടെ ശ്രീദേവിയും അജിതയും ഒക്കെ ഈ ഒരു വിഷയം നമ്മോട് സംസാരിച്ചപ്പോൾ ഭരണസമിതിയുടെ പ്രധാനപ്പെട്ട വൈസ് പ്രസിഡന്റിനോടും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണോടൊക്കെ സംസാരിച്ചിട്ട് അങ്ങനെ തന്നെ നടത്താമെന്ന് നമ്മൾ തീരുമാനിക്കുകയും ചെയ്തു. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ക്രിസ്തു എന്തിനു വേണ്ടിയാണ് ജനിച്ചത്, ആ ജനനത്തെ കുറിച്ച് പറയുന്നത് നന്മ ലഭ്യമാക്കാൻ, തിന്മ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ ജന്മം കൊണ്ടത്. ആ ജന്മം കൊണ്ടപ്പോഴുള്ള ലക്ഷ്യം അടിസ്ഥാന ക്രൈസ്തവ അല്ലെങ്കിൽ സഭാവിശ്വാസികൾ, ക്രിസ്ത്യാനികൾ എത്രത്തോളം അതിനെ പിന്തുടരുന്നു, അത് എത്രത്തോളം വചനത്തിൽ ഉൾക്കൊള്ളുന്നു എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാം വചനത്തെ സ്നേഹിക്കുന്നവരാണ്, ഉൾക്കൊള്ളുന്നവരാണ്. പക്ഷെ നമ്മുടെ പ്രവൃത്തികൾ മാത്രമാണ് മോശമായി പോകുന്നത്. നമ്മൾ ഈ NSSന്റെ ക്യാമ്പ് നടക്കുമ്പോൾ നമുക്കറിയാം, ആ ക്യാമ്പിൽ അവർ ഒരു സ്വാഗതഗാനം പാടാറുണ്ട്. മനസ്സ് നന്നാവട്ടെ, മതം ഏതായാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് പാടുന്നത്. പക്ഷെ നമ്മുടെ ജീവിതത്തിലെ മനസ്സ് നന്നാവുക എന്നുള്ളത് ആര് വിചാരിച്ചാലേ മനസ്സ് നന്നാവുക എന്ന് ചോദിച്ചാൽ നമ്മൾ തന്നെ സ്വയം വിചാരിക്കണം മനസ്സ് നന്നാവണം. നമ്മുടെ മനസ്സ് നന്നാകുമ്പോൾ ഒരുപക്ഷെ അയൽവാസിയുടെ മനസ്സും നന്നാകും, പരിസരവാസികളുടെ മനസ്സ് നന്നാകും, നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളുടെ മനസ്സ് നന്നാകും, ഒരുപക്ഷെ സമൂഹത്തിന്റെ മനസ്സും നന്നാകും. ആ മനസ്സ് വീതം വെച്ച് കൊടുക്കാനുള്ളതല്ല, നമുക്ക് വേണ്ടിയുള്ളതാണ് ആ മനസ്സ്. ആ മനസ്സിന് മാറ്റങ്ങൾ വരാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ക്രിസ്മസ് വരവേൽക്കാൻ വേണ്ടി നക്ഷത്രങ്ങളെല്ലാം നമ്മുടെ വീടുകളിലൊക്കെ കെട്ടാറുണ്ട്, പുൽക്കൂട് കെട്ടാറുണ്ട്. പുൽക്കൂടിലാണ് യേശു ക്രിസ്തു ജന്മം ഉണ്ടായത്. അപ്പൊ അതെല്ലാം നമ്മൾ ചെയ്യുമ്പോഴും ഇന്ന് അതെല്ലാം ഒരുപക്ഷെ കുറഞ്ഞു വരുന്ന അല്ലെങ്കിൽ റെഡിമെയ്ഡായി മാറുന്ന ഒരു കാലഘട്ടമാണ്. ക്രിസ്മസ് എന്ന് പറയുന്ന ഒരു ദിവസത്തിൽ നമ്മുടെ എല്ലാവരും ഒത്തുകൂടുകയും അവിടെ നമ്മളാൽ കഴിയുന്ന ജോലികൾ ചെയ്ത് ഭക്ഷണം പാകം ചെയ്ത് കഴിച്ചു പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നെല്ലാം മാറി. നമ്മളിപ്പോൾ തന്നെ ഇന്നത്തെ ഭക്ഷണവും നമ്മൾ റെഡിമെയ്ഡാണ്. വിളിച്ചു പറഞ്ഞു, സാധനം കൊണ്ടുവരുന്നു, നമ്മൾ കഴിക്കുന്നു, പിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു കൂട്ടായ്മ നമുക്കിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. നമ്മളെല്ലാവരും നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ വാർദ്ധക്യം ചെന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ ഒരു സംരക്ഷണമാണ് ഈ അവസരത്തിൽ ഏറ്റവും അധികമായി നമ്മൾ കാണേണ്ടത്. അവർക്ക് എന്താണോ ആഗ്രഹം നിറവേറ്റി കൊടുക്കുക എന്നുള്ളതാണ് പിൻതലമുറക്കാർക്കുള്ള ഏറ്റവും വലിയ ഒരു അനുഗ്രഹം. നമുക്ക് ശൈശവമുണ്ട് എന്നുള്ളത് പോലെ തന്നെ നമുക്ക് വാർദ്ധക്യമുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ശൈശവകാലത്ത് നമ്മൾ സംരക്ഷിക്കുന്ന ആരാണോ, വാർദ്ധക്യകാലത്ത് അവരെ സംരക്ഷിക്കേണ്ട നമ്മളാണ് എന്നുള്ള ഒരു ഓർമ്മ ഈ ഒരു ദിവസങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് ഓർത്ത് അതിലൂടെ നമ്മൾ ഈ വചനം ഉൾക്കൊണ്ടുകൊണ്ട്, ആ നന്മ ഉൾക്കൊണ്ടുകൊണ്ട് തിന്മയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമായി മാറട്ടെ ഈ ക്രിസ്മസ് ആഘോഷത്തോടൊപ്പം തന്നെ വരുന്ന 2025 പുതുവർഷവും നമുക്ക് ഏവർക്കും ഗുണകരമായി തീരട്ടെ. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ വർഷത്തെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെതായിട്ടുള്ള ക്രിസ്മസ് ആഘോഷ പരിപാടി ഞങ്ങളുടെ എല്ലാവരും അനുഭവത്തോടു കൂടി ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് വാക്കുകൾ നടത്തുന്നു. നന്ദി, നമസ്കാരം.